വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ചാലിയാർ പുഴയിൽ തിരച്ചിൽ വളരെ സജീവമായ ദിവസം കൂടിയാണ് ഇന്നിപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നാവികസേനയുടെ ഹെലികോപ്റ്ററുകളും ബോട്ടുകളും ഉപയോഗിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. പക്ഷേ അവിടെ ഈ പുഴയുടെ അടിത്തട്ടിൽ കൂറ്റൻ പാറക്കല്ലുകളായത് കാരണം ബോട്ടുകൾ ഇറക്കാനാവാത്തതിനാൽ ചെറുതോണികളിലും ചങ്ങാടങ്ങളിലുമൊക്കെയാണ് അവിടെ തെരച്ചിൽ. ചാലിയാറിന് 40 കിലോമീറ്റർ പരിധിയിലാണ് ആ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ചാലിയാർ പുഴയിലെ തൊടിമുട്ടിയിൽ നിന്ന് ഒരു മൃതദേഹവും അമ്പുട്ടാൻപെട്ടിയിൽ നിന്ന് ശരീരഭാഗവും കണ്ടെത്തി. സമീർ സമീർ ബിൻ കരീം വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നുണ്ട്. സമീർ, ഇപ്പോൾ ഏത് മേഖലയിലാണ്? ഒരു സംഘം ഈ വലിയ ഒഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് പുഴ കടന്ന് കാട്ടിലേക്ക് കയറി പോയിരുന്നല്ലോ. അപ്പോൾ അവരുടെ പരിശോധനയുടെ അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഹാഷ്മി, കഴിഞ്ഞ ദിവസം ഉണ്ടായ തെരച്ചിലിനിടെ രക്ഷാപ്രവർത്തകരായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള 3 പേർ കാട്ടിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ ഇന്ന് രാവിലെ നിലവിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി നമ്മളുമായി പങ്കുവെക്കും. സാർ, അവിടെ അങ്ങനെ നമ്മൾ കണ്ടെത്തിയല്ലേ? അതെ, ഇപ്പോൾ വയനാട് നിന്ന് IG സാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മിസ്സിംഗ് ആയെന്നുള്ളത് നമ്മൾ മേൽദിവസരൊക്കെ IG സാർ DG മേഡത്തൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് IG സാർ വിളിച്ച് പറഞ്ഞു അവിടെ വയനാട് ടീം ഇവരെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കാടിനുള്ളിലാണ്. അപ്പോൾ അവർക്ക് ഇനി വേറെ പരിക്കുവല്ലുണ്ടോ എന്നൊക്കെ പിന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, റേഞ്ച് ഇല്ല. എന്തായാലും അവരെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ എത്ര പേരായിരുന്നു പോയത്? ഇന്നലെയാണോ പോയത്? എങ്ങനെയാണ്? ഇന്നലെ ആക്ച്വലി അവർ ഇന്നലെ ഈ താഴ്ഭാഗത്തൊക്കെ അവർ സെർച്ച് ചെയ്യണ്ടായിരുന്നു. ഇന്നലെ നാട്ടുകാരും കാട്ടിൻ്റെ ഉള്ളിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നില്ല. താഴ്ഭാഗത്താണ് അവർ സെർച്ച് ചെയ്തിരുന്നത്. ഇന്നലെ കാട്ടിലേക്ക് തണ്ടർ ബോൾട്ടും പോലീസും ഫോറസ്റ്റും കൂടി നേവിയുടെ ചോപ്പറാണ് പോയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അവരിന്നലെ താഴത്ത് പരിശോധിച്ച് അവിടെ ഒരു തുരുത്തിൽ ബോഡിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് അവർ 3 പേർ കൂടി പോകുമായിരുന്നു. നല്ലൊരു ഉച്ചയോടുകൂടിയാണ് അവർ പോയത്. പിന്നെ അപ്പോഴൊന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരത്തോടുകൂടിയാണ് ഏകദേശം ഇരുട്ടിയതിന് ശേഷമാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അങ്ങനെ ഇവർ പോയിട്ടുണ്ട്, തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ളത്. പിന്നെ ഇപ്പോൾ എന്തായാലും ഭാഗ്യവശാൽ അവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. 3 പേരും മലപ്പുറം സ്വദേശികളാണോ? മലപ്പുറം സ്വദേശികളാണ്. 2 പേര് ഈ നാട്ടിലുള്ളവരും പൂത്തൽ ഭാഗത്തുള്ളവരും, ഒരാൾ കൊണ്ടോട്ടി ഭാഗത്തുള്ള ആളാണെന്ന് അറിയുന്നത്. നിലവിൽ രക്ഷാപ്രവർത്തകരുടെ സജീവമാണ്, നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവരെങ്കിൽ പോലും നിലവിൽ എന്തെങ്കിലും നിർദ്ദേശം ഇവർക്ക് നൽകാനുണ്ട് രക്ഷാപ്രവർത്തകർക്ക്? തീർച്ചയായിട്ടും. സാധാരണ അതിൽ നമ്മൾ അങ്ങോട്ട് കയറ്റി വിടുമ്പോൾ തന്നെ എണ്ണി ഓരോ ടീമിൻ്റെ അടുത്ത് എത്ര എണ്ണം ആളുകളുണ്ട് നോക്കിയിട്ട് നമ്മളെ കടത്തി വിടുന്നത്. ഇത് ഈ താഴ്ഭാഗത്ത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീം കയറിപ്പോയതാണ്. അവരോട് പറയാനുള്ളത് കാട്ടിനുള്ളിലേക്ക് പോലീസിൻ്റെയും തണ്ടർബോൾട്ടിൻ്റെയും ഫോറസ്റ്റിൻ്റെയും പ്രസൻസ് ഇല്ലാതെ ഒരിക്കലും ഉള്ളിലേക്ക് പോകരുത്. അത് അനുമതി നൽകാൻ സാധ്യമല്ല. നിലവിൽ ഈ മിസ്സായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന പേരെ നമുക്കറിയാം. നേരത്തെ ഞാനുമായൊക്കെ അവർ സംസാരിച്ചിരുന്നു. ആ സമയത്ത് അവർ പറയുന്നുണ്ടായിരുന്നു അവിടെ മൃതദേഹങ്ങളുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കണം, ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്താൻ തയ്യാറാണെന്ന്. അപ്പോൾ സാറ് പറഞ്ഞപ്പോൾ സാറ് അവരെ എത്തിച്ചിരുന്നു. എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ എങ്ങനെയാണ്? അത് എന്ത് നടപടിയാണ് സ്വീകരിച്ചിരുന്നത്? അയാൾ എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ പറഞ്ഞിരുന്നു. ഞാൻ അപ്പോൾ തന്നെ ആ സ്ഥലം എവിടെയാണെന്ന് നോക്കിയിട്ട് അപ്പോൾ തന്നെ പോലീസ് ഓഫീസേഴ്സിനോട് ഇയാൾ പറയുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ അത് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അയാളോട് തന്നെ ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ കൂടെ പോകും. അയാൾ പറഞ്ഞു അയാളുടെ കാലിന് വയ്യ, കാലിന് ചെറിയ പരിക്കുണ്ട്, അതുകൊണ്ട് അയാൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ DSP അപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും കൂടെ പറഞ്ഞയച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം അയാളെയും കൂടെയുള്ള ആളെ കൂട്ടിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. മറ്റുള്ള ആളുകൾ പറയുന്നത് അവിടെ നിന്ന് എടുത്തു എന്നാണ് പറഞ്ഞത്. ഇനിയും പ്രശ്നമല്ല, ഇനി എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അയാൾ തന്നെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് പരിശോധിക്കുക. കാട്ടിൽ എവിടെ സംശയം പറയുകയാണെങ്കിൽ നമുക്ക് പരിശോധിച്ച് മാക്സിമം എടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ നയം, നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനിയും പരിശോധന തുടരും. ചാലിയാറിലോടും പരിശോധന ഉണ്ടാവും, ഉള്ളിലും പരിശോധന ഉണ്ടാവും. അതായത് ഇവർ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് ഇവരുമായി പോലീസ് സംഘം പോയി പരിശോധന നടത്തി അല്ലേ? അതിപ്പോൾ ഇനിയിപ്പോൾ അത് അങ്ങനെയാണ് മറ്റുള്ളവർ പറയുന്നത്. ഇനിയിപ്പോൾ ഇയാൾ പറയുന്ന സ്ഥലം ഏതാണെന്ന് നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാൻ വേണമെങ്കിൽ കുഴപ്പമില്ല. എവിടെ വേണമെങ്കിലും സേന തയ്യാറാണ്. യെസ്, നമ്മൾ തയ്യാറാണ്. മാക്സിമം ആളുകളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇനിയും പരിശോധന നടത്തും. ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തണ്ടർബോൾട്ട് ടീം വീണ്ടും കാടിൻ്റെ ഭാഗത്തേക്കാണ്ട് നീങ്ങിയിട്ടുണ്ട്. ചാലിയാറിൽ പോലീസുണ്ട്, നാട്ടുകാരുണ്ട്, മറ്റ് സന്നദ്ധ പ്രവർത്തകരുണ്ട്, ക്ലബ്ബുകളുണ്ട്. പിന്നെ നമ്മൾ വിവിധ നമ്മുടെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഇവിടെ കേന്ദ്രീകരിച്ച് വിപുലമായ തിരച്ചിൽ നടന്നിരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ നിലവിൽ തിരച്ചിൽ പൂർത്തിയാക്കി മറ്റിടത്തേക്ക് മാറിയിട്ടുണ്ടോ? ഇവിടെ പൂർത്തിയാക്കലല്ല ഉണ്ടായിരിക്കുന്നത്, ഇവിടെയും കണ്ടിന്യൂ ഉണ്ട്. നമ്മളൊന്ന് ബേസ് കുറച്ച് അങ്ങോട്ട് മാറ്റുക. കഴിഞ്ഞ ദിവസം അവിടെ തലപ്പാലി ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ ഇവിടെ ബേസ് ചെയ്തു. അപ്പോൾ കുറച്ചുകൂടി താഴത്തേക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് വെച്ചാൽ അവിടെ ബേസ് മാറ്റിയിരിക്കുകയാണ്. ഇവിടെ മുകളിലേക്ക് ഇപ്പോൾ ആളുകൾ പോയിട്ടുണ്ട്, സെർച്ച് ചെയ്യാൻ വേണ്ടി. എവിടെയും നിർത്തുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ 2 ഹെലികോപ്റ്റർ, ഡ്രോണ്, നായ ഒക്കെ തന്നെ തിരച്ചിലുണ്ടായിരുന്നു. ഇന്ന് ഈ സംവിധാനങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ടോ ഇവിടെ? ഉണ്ട്. ഇപ്പോൾ ഡ്രോൺ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ DG മാഡത്തിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാഡം ഇപ്പോൾ പോലീസിൻ്റെ ചോപ്പർ ഇപ്പോൾ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുണ്ടാവും. പിന്നെ നേവിയുടെ ചോപ്പർ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂബ, ഇന്നലെ ഇല്ലാത്ത സ്കൂബ നമ്മളിന്ന് അവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പരമാവധി എല്ലാ സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തുന്നുണ്ട്.
താങ്ക് യു സർ, താങ്ക് യു. നിലവിൽ ചാലിയാറിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു, തെരച്ചിൽ പുരോഗമിക്കുന്നു. അതിനിടയിൽ ഇന്നലെ ഉച്ചയോട് കൂടി ഈ പ്രദേശത്തുകാരായ 3 രക്ഷാപ്രവർത്തകർ ഈ വനത്തിലേക്ക് കയറി തെരച്ചിൽ നടത്തിയിരുന്നു. ഇവിടെ സജീവമായിട്ടുള്ളവരാണ്, നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ തെരച്ചിൽ നടത്തിയവരാണ്. പക്ഷേ ഈ പുഴ നന്നായിട്ട് അറിയാവുന്നവരാണ്, കാട് നന്നായിട്ട് അറിയാവുന്നവരാണ്. പക്ഷേ അവർ ഇന്നലെ രാത്രിയിൽ ഈ കാടിന് ഉള്ളിലുള്ള ഒരു വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെ അവർ പിന്നീട് വയനാട് ഭാഗത്തേക്ക്, അതായത് ഈ കാട് കടന്നാൽ വയനാട് ഭാഗത്തേക്ക് എത്തും. അങ്ങനെ അവർ വയനാടിൻ്റെ ഭാഗത്തേക്ക് എത്തി. അവരെ നിലവിൽ സേന അവരെ രക്ഷിച്ച് നിലവിൽ കൊണ്ടുപോകുന്നു എന്നുള്ള മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലമ്പൂർ സ്വദേശികളായിട്ടുള്ള 2 പേരും ഒരു കൊണ്ടോടി സ്വദേശിയുമായിരുന്നു ഈ ഒരു സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. നിരവധി സന്നദ്ധ പ്രവർത്തകർ ഇവിടെ തെരച്ചിലിന് സജീവമാണ്. അതിനിടയിൽ ചില ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അവരെല്ലാം തന്നെ സുരക്ഷിതമായി എത്തിയിട്ടുമുണ്ട്. ഹാഷ്മി, ചാലിയാർ പുഴയിലാണ് ഇപ്പോൾ സമീർ പറയുന്നത്. നമ്മൾ രാവിലെ കണ്ടിരുന്നു ഈ പുഴ മുറിച്ച് കടന്ന് ആ കാണുന്ന വനമേഖലയിലേക്ക് രക്ഷാപ്രവർത്തകർ പോകുന്നു. അങ്ങോട്ടേക്കും ആളുണ്ടോ എന്നുള്ളതായിരുന്നു സംശയം. ഇതാ ഇപ്പോൾ ഒരാളെ അവിടെ നിന്ന് കടത്തുകയാണ്, അവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. അത് രക്ഷാദൗത്യ പ്രവർത്തനമാണോ അതോ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകണോ എന്നറിയില്ല. എന്തായാലും ആ വനമേഖലയിലേക്ക് ആളുകൾ അകത്തേക്ക് പോവാണ് അത് അവിടെ. അപ്പോൾ ഇത്തരത്തിൽ പോയ ഒരു 3 ആളുകൾ വനമേഖലയിലൂടെ കുടുങ്ങിപ്പോയെന്നാണ് പോലീസ് പറയുന്നത്. ആ കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്തിയത് ഇന്നിപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് കൂടി ആ വനമേഖലയ്ക്കുണ്ട് എന്ന പ്രശ്നം അവിടെയുണ്ട്. അത് കുറച്ച് വിശാലമായ വനമേഖലയാണ്. അവിടെ അങ്ങനെ മനുഷ്യർ അങ്ങോട്ടേക്ക് അധികം പോകാൻ ആവശ്യമില്ലാത്തൊരു വനമേഖലയാണ്. അപ്പോൾ അവിടെ ഈ വെള്ളം കയറി അങ്ങോട്ടേക്ക് മൃതദേഹം എത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള പരിശോധന അവിടെയുണ്ട്. അപ്പോൾ 3 പേരെ അവിടെ ഒരു വെള്ളച്ചാട്ടത്തിന് അവിടെ കുടുങ്ങിപ്പോയി. അതിനുശേഷം അവർ ഇറങ്ങി. പക്ഷേ അവിടെ പ്രധാന പ്രശ്നം ബോട്ടുകൾ ഇറക്കാൻ അവിടെ പ്രതിസന്ധിയാണ്. താഴെ വലിയ പാറക്കല്ലുകളുണ്ട്. അതുകൊണ്ട് അത് കാരണം ബോട്ട് അവിടെ ഇറക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇവർ ഈ ചെറുവള്ളങ്ങളിലും ചങ്ങാടങ്ങളിലുമൊക്കെ ചാലിയാർ പുഴയുടെ തീരത്ത് പരിശോധന നടത്തുന്നത്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് അവിടുത്തെ ജില്ലാ കളക്ടറുടെ മേഘശ്രീയുടെ അറിയിപ്പാണ്. ചൂരൽമല, മുണ്ടക്കൈ ഉൾപ്പെടെ ദുരന്ത പ്രദേശങ്ങളിലേക്ക് പാകം ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങളോ കൊണ്ടുവരേണ്ടതില്ല എന്ന് പറയുകയാണ് ജില്ലാ കളക്ടർ DR മേഘശ്രീ. രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കും ഫോഴ്സുകൾക്കുമുള്ള ഭക്ഷണം മേപ്പാടിയിലെ പൊതുവായ കിച്ചണിൽ ക്രമീകരിക്കുകയാണ്. അവിടെ നിന്നും ജില്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ നേതൃത്വത്തിൽ ചൂരൽമലയിൽ ഒരുക്കിയിട്ടുള്ള ഫുഡ് സെൻ്ററിൽ എത്തിക്കും. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ പ്രത്യേകം നിയോഗിച്ചിട്ടുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ മുഖാന്തരമാണ് നൽകുക. അതുകൊണ്ടാണ് ആ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെയൊക്കെ ഉറപ്പായും നാട്ടുകാരുടെ വലിയ സ്നേഹം കൊണ്ടൊക്കെ കൂടി തന്നെയാണ് അവിടെ രക്ഷാപ്രവർത്തകർക്കുള്ള ഭക്ഷണമായി വാഹനത്തിലെത്തുകയും ആ വാഹനം അവിടെ തടയുകയും അതൊരു ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്നലെ വാർത്ത കണ്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട്. അവിടെ രാഹുൽ ഗാന്ധി വരുന്ന സമയത്ത് ഒരു തർക്കം പോലെ ഉണ്ടായിരുന്നു. അത് രാഹുൽ ഗാന്ധി വന്നതുമായി ബന്ധപ്പെട്ട തർക്കമല്ല. ഈ വാഹനം ഈ ഭക്ഷണം കൊണ്ടുള്ള വാഹനം അകത്തേക്ക് കടത്തിവിടാത്തതിനെ തുടർന്നുള്ള തർക്കമായിരുന്നു ആ തർക്കം. അപ്പോൾ അങ്ങനെ കൊണ്ടുവരേണ്ടതില്ല. അത് മറ്റു ചില പ്രശ്നങ്ങൾ അവർ സംശയിക്കുന്നുണ്ടാകണം. അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞാൽ ഇതൊരു ദുരന്ത ഭൂമിയാണ്. ആ ദുരന്ത ഭൂമിക്ക് ആവശ്യമായ അപകട സാധ്യത ഒക്കെ ഉണ്ട്. പലതരത്തിലുള്ള സാധ്യതകൾ അവിടെയുണ്ട്. അത് കാരണം അവിടെ മേപ്പാടിയിൽ ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട്. അത് അവർക്ക് എല്ലാവർക്കും എത്തുന്നു. നല്ല ഭക്ഷണം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അത് കാരണം ആ ഭക്ഷണം വേണ്ട എന്ന് സ്നേഹപൂർവ്വം നിരാകരിക്കുകയാണ് ജില്ലാ കളക്ടർ DR മേഘശ്രീ. ഇപ്പോൾ അല്പസമയം മുൻപ് വന്ന മറ്റൊരു വാർത്ത, തിരൂരിലെ ദൗത്യം നാളെ പുനരാരംഭിച്ചേക്കും എന്ന് പറയുന്നുണ്ട്. അർജുനെ തേടിയുള്ള ആ ദൗത്യമാണത്. അത് സർക്കാർ സംവിധാനത്തിൽ പുനരാരംഭിക്കുന്നതാണോ ഈശ്വർ മാൽപ്പെ അദ്ദേഹത്തിന് സ്വന്തം മുൻകൈയിലാണോ എന്നറിയില്ല. നദിയിലെ ഒഴുക്ക്, അവിടെ ആ ഗംഗാവലി നദിയിലെ ഒഴുക്ക് കുറഞ്ഞ പശ്ചാത്തലത്തിൽ നാളെ ഈശ്വർ മാൽപ്പെ വീണ്ടും എത്തുന്നു. അദ്ദേഹം നാളെ പരിശോധന തുടങ്ങുന്നു എന്നൊരു സൂചന കൂടി അവിടെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വരുന്ന ഇവിടുത്തെ അറിയിപ്പ്, വയനാട്ടിലേക്കുള്ള അനാവശ്യ യാത്ര ഒഴിവാക്കണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള വെറുതെയുള്ള സന്ദർശനം വേണ്ട എന്നും പറയുന്നു. നമ്മൾ നേരത്തെ ആദ്യം മുതലേ പറയുന്നതാണ്, ഇത്തരത്തിൽ അപകടം കാണാനും രക്ഷാദൗത്യം കാണാനും ഒക്കെ വണ്ടിയെടുത്തിറങ്ങരുത്, ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള സന്ദർശനവും ക്യാമ്പുകളുടെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെയും ശുചിത്വത്തെയും ക്യാമ്പിൽ കഴിയുന്നവരുടെ സ്വകാര്യതയും അത് ബാധിക്കുന്നുണ്ട്. സന്ദർശനം ഒഴിവാക്കി രക്ഷാപ്രവർത്തകരോടൊപ്പം മനസ്സ് ചേർന്ന് നിൽക്കുകയാണ് ഇത്തരം സമയങ്ങൾ ചെയ്യേണ്ടത് എന്നുകൂടി മന്ത്രി മുഹമ്മദ് റിയാസ് ശരിയാവണ്ണം പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ആകാശ ദൃശ്യങ്ങളൊക്കെ തെരച്ചിലുള്ള ദൃശ്യങ്ങളൊക്കെയാണ്. ആകാശ ദൃശ്യങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്നതാണ് മരണസംഖ്യ 300-ന് മുകളിലേക്ക് എത്തുന്ന പശ്ചാത്തലം, ഇപ്പോഴും 300-ഓളം പേരെ കാണാത്ത പശ്ചാത്തലം, മിസ്സിംഗ് ആവുന്ന പശ്ചാത്തലം. അപ്പോൾ കൃത്യമായും ഈ കാണാതായവരെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ 5-ാം നാളാണ്. 6-ാം നാൾ 7-ാം നാളിലേക്ക് കടക്കുമ്പോൾ രക്ഷാദൗത്യം ഇത്തരത്തിൽ പുരോഗമിക്കുന്ന കാര്യം അറിയണം.
നമ്മൾ തിരയുന്നത് മനുഷ്യ ശരീരങ്ങളെ ജീവനോടെയോ അല്ലാതെയോ ഒക്കെയാണ് എന്നൊരു ദൗർഭാഗ്യവശായ സംഗതി അതിലുണ്ട്. അപ്പോൾ നമുക്കറിയാം, പറയാതെ തന്നെ അറിയാം 6-7 ദിവസമാകുമ്പോഴുള്ള അവസ്ഥ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള തിരച്ചിലിന് കൃത്യം എത്ര പേരെ കാണാതായി, അവർ ഏത് മേഖലയിൽ ഉണ്ടാകും എന്നൊക്കെയുള്ള ചില സൂചനകൾ, എന്നൊക്കെയുള്ള ചില ഒരു കൃത്യതകൾ ഉണ്ടാവണം.